വിജയുടെ സ്വത്തും പ്രതിഫലവും ഇപ്പോൾ ചർച്ചയാവുകയാണ്. നമുക്കറിയാം, ഇളയ ദളപതിയിൽ നിന്നും ദളപതിയിലേക്ക് വിജയ് എന്ന നടൻ താണ്ടിയ ദൂരം ചെറുതൊന്നുമല്ല. ആ വളർച്ചയും ദൂരവും തമിഴ് സിനിമയുടെ വളർച്ചയുടെ കാലം കൂടിയാണ്. തമിഴ് സിനിമയുടെ മറുവാക്കായി കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വിജയ് എന്ന പേരുണ്ട്. വിജയ് പടുത്തുയർത്തിയ സാമ്രാജ്യമെന്നാൽ സമാനതകൾ ഇല്ലാത്തതാണ്. ആ യാത്ര തമിഴിന്റെ അതിർവരമ്പുകൾ കടന്നും വിജയ് എന്ന നടൻ വളർന്നു. ആ ഇഫക്റ്റ് തമിഴിൽ മാത്രമല്ല, മറ്റു ഭാഷകളിലും പ്രതിഫലിച്ചു. അതിൽ കേരളത്തിൽ വിജയ്ക്കുണ്ടാക്കിയെടുക്കാനായ ഫാൻസ് ലോകം പലർക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തരത്തിലാണ്. 3 പതിറ്റാണ്ടുകളും 70ഓളം സിനിമകളും പിന്നിടുമ്പോൾ വിജയ് തന്റെ കരിയറിന് കർട്ടനിടുകയാണ്. സിനിമാ ജീവിതം ഉപേക്ഷിച്ച് കൂടുതൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ ജീവിതം തെരഞ്ഞെടുക്കുകയാണ് താരം. പ്രതീക്ഷയും സംശയങ്ങളും വിമർശനങ്ങളും പിന്തുണയുമെല്ലാം വേണ്ടുവോളമുണ്ട് ആ യാത്രയ്ക്ക് വിജയുടെ കൂട്ടായി. എന്നാൽ വിജയ് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തും ഏറെ ആലോചിച്ചുമെടുത്ത തീരുമാനമാണ് രാഷ്ട്രീയ പ്രവേശനമെന്ന് ഉറപ്പാണ്. അതിനിടയിലാണ് താരത്തിന്റെ സ്വത്തും പ്രതിഫലവും ചർച്ചയാകുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം വിജയുടെ സ്വത്ത് 600 കോടിക്ക് മുകളിൽ വരും. തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നരായ നടന്മാരിൽ ഒരാളാണ് വിജയ്. പരസ്യങ്ങളിൽ നിന്നും വിജയ് നേടുന്നത് 10 കോടിയാണ്. റോൾസ് റോയ്സ്, BMW, ഓഡി, ഫോർഡ് തുടങ്ങിയ കമ്പനികളുടെ ആഡംബര കാറുകളുടെ ശേഖരം തന്നെ വിജയ്ക്കുണ്ട്. കടൽക്കരയിൽ കോടികൾ വിലമതിക്കുന്ന ഒരു ആഡംബര ബംഗ്ലാവും വിജയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ സിനിമയ്ക്കായി വിജയ് വാങ്ങുന്നത് 200 കോടിയിലധികമാണ്. പോയ വർഷം പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് വിജയ് തന്റെ അവസാന സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം 275 കോടിയെന്നാണ്. അത് ശരിയെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായകനായി വിജയ് മാറും. ഇതോടെ വിജയ് പിന്നിലാക്കിയിരിക്കുന്നത് 250 കോടി പ്രതിഫലം വാങ്ങിയ സാക്ഷാൽ ഷാരൂഖ് ഖാനെ തന്നെയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.